നമ്മൾ ഈ ഷിനാദ് ഏതാ? ഷിനാദ് മൈക്കെടുക്കോ? ഹലോ ഹലോ. ഷിനാദ് പറഞ്ഞോളൂ. എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാല്, ഇവിടെ ഇസ്ലാം ക്രൈസ്തവത സംവാദങ്ങളൊക്കെ എന്ന് പറഞ്ഞല്ലോ. ഞാൻ പലപ്പോഴും അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതിലെനിക്ക് മനസ്സിലായിട്ട ഒരു കാര്യം, ഒരുപാട് വിമർശനങ്ങൾ, ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ ഒട്ടനവധി വിമർശനങ്ങൾ, ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതൊക്കെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കെപ്പോഴും തോന്നുന്ന ഒരു കാര്യം, കാരണം വിമർശനങ്ങൾ അടിസ്ഥാനപരമായിട്ടൊന്ന് ഖുർആനിൽ നിന്നാണ്, രണ്ടാമത്തത് ഹദീസിൽ നിന്നാണ്. ശരിക്കും ഇതൊക്കെ കാലങ്ങളായി, പിന്നെ ഇപ്പം ഏത് ഹദീസ് എടുത്താലും, ഇപ്പം ബുഖാരിയിൽ തന്നെ ഏത് ഹദീസ് എടുത്താലും, മുസ്ലിമിലെടുത്താലും അബൂദാബൂദിൽ എടുത്താലും ഒക്കെ അതിലൊക്കെ പണ്ഡിതന്മാർ പണ്ടേ മറുപടി പറഞ്ഞ, ഹിജറ 300-ലും 200-ലും ഒക്കെ മറുപടി പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാർ നമ്മൾ കാണുന്നുണ്ട്. ഖുർആന്റെ തന്നെ പഴയ കാലം മുതലുള്ള വിമർശനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അത്തരത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പിന്നെ വിമർശനങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല, ആളുകൾ പിന്നെ അതിന് വലിയ സമയം മെനക്കെടുത്തുകയും പഠിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതൊക്കെ ആദ്യകാലത്ത് തന്നെ അതിൻ്റെയൊക്കെ വലിയ വിമർശനങ്ങൾക്ക് മറുപടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്നും ആളുകൾ റെഫർ ചെയ്തുകൊണ്ട് പറയുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് വിമർശനങ്ങൾ ഒരു പുതിയതായിട്ട് എനിക്ക് തോന്നാറില്ല. ഞാനൊരു ചോദ്യം ചോദിക്കാം, മറുപടി പറയാമോ? അറിയുവാണെങ്കിൽ പറയാം. അറിയുവാണെങ്കിൽ പറയാം. ആ പഴയകാല ഹിജറ 300-ല് പറഞ്ഞ മറുപടികൾ വെച്ചുകൊണ്ട് പറഞ്ഞാൽ മതി സിനാദ് ബ്രദറെ. നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ അറിയുന്നത് പറഞ്ഞുതരാം, അല്ലെങ്കിൽ എനിക്കൊന്ന് റെഫർ ചെയ്ത് പറയേണ്ടി വരും. ഓക്കെ, എന്നാ വളരെ നമുക്ക് ചരിത്രപരമായിട്ട് തന്നെ പോകാം. താങ്കൾ ഉത്തരം തന്നിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ബൈബിളില് താങ്കൾ ബൈബിൾ വായിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾക്കറിയാം, ക്രോണോളജിക്കൽ ഓർഡറിലാണ് പഴയ നിയമത്തിലെ പ്രത്യേകിച്ച് ഉൽപ്പത്തി, പുറപ്പാട്, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിലാണ് നമ്മൾ ഈജിപ്തിലെ ഇസ്രയേൽ മക്കൾ ഈജിപ്തിൽ താമസിച്ചതും അവരും ഫറവോൻ അവരുടെ ഇടയിലുണ്ടായ സംഭവങ്ങളും ഒക്കെ പറയുന്നത്. ഓക്കെ, അത് ബൈബിൾ പ്രകാരം. ഞാൻ താങ്കൾക്ക് ആദ്യം വിഷയം പറഞ്ഞിട്ട് ഞാൻ ചോദ്യം ചോദിക്കും, ശ്രദ്ധിച്ചു കേൾക്കണം. യേശുക്രിസ്തുവിന് ഏകദേശം 1400-1500 വർഷം ഇടയിലുള്ള സംഭവങ്ങളാണ് ഈജിപ്തിലെ സംഭവങ്ങൾ. ഓക്കെ, കൃത്യമായിട്ട് അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലത്ത് ഉണ്ടായ സംഭവങ്ങൾ. അതിന് വളരെ കാലം മുമ്പ്, അതായത് BC, ക്രിസ്തുവിന് 2000 വർഷം മുമ്പാണ് എബ്രഹാം ജീവിച്ചിരുന്നത്. എബ്രഹാമിന് ഒരു 300 വർഷങ്ങൾക്ക് മുമ്പാണ് ടവർ ഓഫ് ബാബേൽ, അത് ഉൽപ്പത്തിയിൽ 10-11 വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ടവർ ഓഫ് ബാബേൽ 11-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്ന് ടവർ ഓഫ് ബാബേൽ ഉണ്ടാക്കിയത് അന്ന് അസീറിയൻ, അതായത് ഇന്നത്തെ ഇറാഖിന്റെയൊക്കെ മേലെയുള്ള പ്രദേശം, ഷിനാർ വാലി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് നമ്മൾക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ യേശുക്രിസ്തുവിന് 1000 വർഷം മുമ്പ്, അതായത് എബ്രഹാമിന് 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ആരുണ്ടായത്? സോളമൻ, കിങ് സോളമൻ ഉണ്ടായത്. ബൈബിളിലെ ദാവീദിന്റെ മകനായ കിങ് സോളമൻ. ആ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പിന്നീട് യേശുക്രിസ്തുവിന് ഒരു 300-400 വർഷം മുമ്പാണ് ഹാമാൻ എന്നൊരു വ്യക്തി പേർഷ്യൻ സാമ്രാജ്യത്തിൽ, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കാലത്താണ് ഹാമാൻ ജീവിച്ചിരുന്നത്. പക്ഷേ ഇതൊക്കെ ബൈബിൾ നമ്മൾ ക്രോണോളജിക്കലി വായിക്കുമ്പോൾ ഇവരുടെയൊക്കെ കാലഘടന എന്നാണ് ഹാമാൻ ജീവിച്ചിരുന്നത്, എന്നാണ് സോളമൻ ജീവിച്ചിരുന്നത്, എന്നാണ് എബ്രഹാം ജീവിച്ചിരുന്നത്, എന്നാണ് മോശെ, ഫറവോൻ അവർ ജീവിച്ചിരുന്നത് എന്നൊക്കെ കാലഘടന വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഖുറാനിൽ ഒരു പരാമർശം പറയുന്നത്, ഫറവോന്റെ കാലത്ത്, മോശയും ഫറവോനും ഉള്ള സമയത്ത് ഫറവോൻ ഹാമാനോട് പറയുന്നു, അതായത് 2000 വർഷത്തിന് ശേഷമുള്ള ഹാമാനോട് പറയുന്നു, നീ എനിക്കൊരു ഗോപുരം ഉണ്ടാക്കുക, നീ ഒരു വലിയ ഗോപുരം കെട്ടിയുണ്ടാക്കാൻ ഹാമാനോട് ഫറവോൻ പറയുന്നു. ആ ഗോപുരം ആകാശം മുട്ട ഉള്ള ഒരു ഗോപുരമായിരിക്കണം എന്ന് പറയുന്നു. ആകാശം മുട്ടയുള്ള ഗോപുരം, അതിൽ കയറി മേലെ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗോപുരം ഉണ്ടാക്കാനായിട്ട് ഹാമാനോട് പറയുന്നു. എങ്ങനെയാണ് അതായത് BC 1400 ജീവിച്ച ഫറവോൻ
പല ഫറവോമാരുണ്ടായിരുന്നു. ഫറവോ എന്ന് പറയുന്നത് ഒരു അരാട്. ഫറവോ എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് ഹൗസ് എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. അതൊരു ഒരു ഒരു സ്ഥാനപ്പേരാണ്, രാജാക്കന്മാരുടെ ഒരു സ്ഥാനപ്പേരായിരുന്നു അന്ന് കാലത്തെ ഫറവോ. മോശയുടെ കാലത്തെ ഫറവോ എങ്ങനെയാണ് 2000 വർഷം ശേഷം ജീവിച്ച ഹാമാനെ കൊണ്ട് അതിന് 1000 വർഷം മുമ്പുണ്ടായിരുന്ന ഗോപുരം പണിയിച്ചത്? ഈ ചോദ്യത്തിനൊരു ഉത്തരം തരും. ഓക്കെ. ചരിത്രപരമായ പിന്നെ പരാമർശം ബൈബിളിലും ഖുർആനിലേക്ക് വരുമ്പോൾ അത് തികച്ചും അബദ്ധമാണ് എന്നാണ് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതിൽ ഹാമാൻ ആരുടെ മന്ത്രി എന്ന് പറയുമ്പോൾ എസ്തറിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ ഒക്കെ നമ്മൾ കാണുന്നത് അഹശോഷ് രാജാവോ മറ്റോ ആണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് ഏതാണ്ട് മൂസാ നബിയുടെ ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് ശേഷം ബാബിലോണിയ ഭരിച്ച അഹറോസ് എന്ന രാജാവിന്റെ മന്ത്രി ഹാമാൻ എന്നാണ് തോന്നുന്നു ബൈബിൾ പരാമർശിക്കുന്നത്. പക്ഷെ ഖുർആൻ പറയുന്നത് ഫറോവയുടെ മന്ത്രിയായിട്ടാണ് ഹാമാനെ പറയുന്നത്. സൂറ 28-38 മൂസയുടെ രക്ഷിതാവിനെ കയറി നോക്കാൻ കഴിയുന്ന ഒരു ഗോപുരം നിർമ്മിക്കാൻ ഫറോവ ഹാമാനോട് കൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിൽ നെപ്പോളിയന്റെ അധിനിവേശ കാലത്ത് 1799 ഈജിപ്തിൽ നടന്ന ഒരു ഖനനം, ആ ഖനനത്തിൽ കണ്ടെത്തുന്ന ഒരു റൊസറ്റ സ്റ്റോണിൽ കൊത്തിവെച്ച ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫി പരിശോധിക്കുമ്പോഴാണ് ഫറോവയുടെ കാലത്തെ മന്ത്രിസഭയിലെ നിർമ്മാണ വിദഗ്ധനായ ഹാമാന്റെ പേര് നമ്മൾ കാണുന്നത്. അപ്പം അവിടെ നുണയല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ നുണ പറയരുത്. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ അതിന്റെ ഒരു ഫലകത്തിലും അങ്ങനെ ഹാമാൻ ഇവിടെ നിർമ്മിച്ചു എന്നൊരു പേരില്ല. സ്വർഗം മുട്ട പോകുന്ന റോസറ്റ സ്റ്റോണിൽ അങ്ങനെ ഒരു കാര്യമില്ല. റോസറ്റ സ്റ്റോണിന്റെ പിക്ചർ എന്റെ കയ്യിലുണ്ട്, അതിലുള്ള വിവർത്തനം എന്റെ കയ്യിലുണ്ട്. നുണ പറഞ്ഞുകൊണ്ട് വരരുത്. റോസറ്റ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ കിട്ടിയതാണ്? ഈജിപ്തിൽ കിട്ടിയതാണ്. എവിടെയാ കിട്ടിയത്? എങ്ങനെ കിട്ടിയത്? അതിൽ എന്തൊക്കെയാ എഴുതിയിരിക്കുന്നത്? പറയൂ. നുണ പറഞ്ഞുകൊണ്ട് വരുന്നതിന് ഞാൻ സമ്മതിച്ചു? റോസറ്റ സ്റ്റോണിൽ എന്തൊക്കെ ഭാഷ ഉണ്ടായിരുന്നു അതില്? അതൊക്കെ എനിക്ക് നോക്കേണ്ടി വരും, എന്തൊക്കെ ഭാഷയുണ്ട്. അറിയാത്ത കാര്യം വന്ന് വളമ്പരുത് കേട്ടോ. എന്റെ മുമ്പിൽ റോസറ്റ സ്റ്റോണിന്റെ പിക്ചർ ഇരിക്കുന്നു. അത് എങ്ങനെ കിട്ടി, അതിൽ ഏതൊക്കെ ഭാഷകളാണ് എഴുതിയിരിക്കുന്നത്, അതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. നുണ പറഞ്ഞുകൊണ്ട് വരരുത്. ഹാമാന്റെ പേര് അതിലില്ല. ഹാമാന്റെ പേര് തീരെ ഇല്ല. ഇങ്ങനെ നുണയടിക്കാൻ എങ്ങനെ കഴിയുന്നു ഷിനാദെ? അല്ല, ഞാൻ എന്റെ പഠനത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നിന്റെ പഠനത്തിൽ തെറ്റ് നുണയാണ് പറയുന്നത്. റോസറ്റ സ്റ്റോൺ ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് അടിച്ചു നോക്കി. ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നവര് റോസറ്റ സ്റ്റോൺ അതിന്റെ പിക്ചറോടെ, അതിന്റെ പടത്തോടെ, അതിൽ 3 ഭാഷകൾ, അത് ഉടഞ്ഞു പോയ ഒരു സ്റ്റോണിന്റെ ഒരു ഭാഗമാണ്. നൈൽ നദിയിലെ ഒരു സ്ത്രീ അലക്കുകല്ലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു പണ്ടുകാലത്തെ ഒരു സ്റ്റോൺ, അതിന്റെ ഒരു ഭാഗം ഒടിഞ്ഞു പോയിരുന്നു. അത് ആരുടെയോ കണ്ണിൽപ്പെട്ട് പിന്നെ അത് പുരാവസ്തു ഗവേഷകന്മാരുടെ കയ്യിൽപ്പെട്ട്, ഈ റോസറ്റ സ്റ്റോണിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. പുരാതന ഈജിപ്ഷ്യൻ, അതായത് പിക്ചർ, ഒരു പക്ഷി എന്ന് എഴുതണമെങ്കിൽ ഒരു പക്ഷിയുടെ പിക്ചർ എടുക്കുക. അത്തരം ഈ പഴയകാല ലിപിയിലും നൂതന ലിപി, അതായത് നൂതന ഈജിപ്ഷ്യൻ ലിപിയിലും പിന്നെ പുരാതന ഗ്രീക്ക് ലിപിയിലും അതില് എഴുത്തുകളുണ്ട്. അത് സെയിം ഇതിന്റെ ഇതാണ്, തർജ്ജമ പോലെ. ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഏൻഷ്യൻ ഭാഷ, അതായത് ഈ ഈജിപ്തില് പല സ്റ്റോൺ ഇതിലൊക്കെ കൊത്തിവെച്ചിരിക്കുന്ന ഭാഷ വായിക്കാൻ ഇന്നത്തെ നൂതന ഭാഷാ ശാസ്ത്രജ്ഞന്മാര് കഴിഞ്ഞത്. ഈ തർജ്ജമ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി മുകളിലിരിക്കുന്ന കാര്യം താഴെ അതിന്റെ ഗ്രീക്ക് ഉണ്ട്. അങ്ങനെ അവർക്ക് ദ കോഡ് വാസ് ബ്രോക്കൺ ദാറ്റ് ദേ കുഡ് സ്റ്റാർട്ട് റീഡിങ്. ഇവിടെ എവിടെയും ഹാമാന്റെ പരാമർശമില്ല. അതൊന്ന് നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. റോസറ്റ സ്റ്റോൺ എല്ലാവരും ഒന്ന് അടിച്ചു നോക്കൂ. എന്നാണ് നുണ പറഞ്ഞതിന് സോറി പറയൂ. അല്ല പറ, നുണ പറഞ്ഞു. എനിക്കറിയാത്ത കാര്യം ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നുണ പറഞ്ഞു എന്ന് പറ. വേണമെന്ന് വെച്ച് ഞാൻ എന്റെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. തെറ്റാണെന്ന് പറഞ്ഞോളൂ. അതിൽ വേറൊരു കാര്യം, ഇപ്പൊ റൊസറ്റ സ്റ്റോൺ ഇല്ല എന്ന് വിചാരിക്കാം. റൊസറ്റ സ്റ്റോൺ ഇല്ല, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. അതൊരു നാഴികക്കല്ലാണ്. അത് പുരാവസ്തു ശാസ്ത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് റോസറ്റ സ്റ്റോൺ. പറയട്ടെ, അങ്ങനെ റോസറ്റ സ്റ്റോണിൽ ഇല്ല എന്ന് വിചാരിച്ചാൽ കൂടി ഖുർആൻ തെറ്റാണ് എന്ന് തെളിയുന്നില്ലല്ലോ. അബ്സല്യൂട്ട്ലി തെറ്റ്. അങ്ങനെ ഖുർആൻ തെറ്റാന്ന് ബൈബിൾ പറഞ്ഞതുകൊണ്ടോ?
ബൈബിൾ ചരിത്ര പറഞ്ഞതുകൊണ്ട് പുസ്തകമല്ലേ? തന്നെ ബൈബിൾ ബൈബിൾ മുഴുവൻ ഒരു ചരിത്ര പുസ്തകമാണ്. ബൈബിളിലെ അതിൽ ഒരുപാട് ചരിത്ര കൈകടത്തൽ ബൈബിളിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. അനാവശ്യം പറഞ്ഞ് ഞാൻ ഇറക്കി വിടും. മര്യാദക്കാണെങ്കിൽ സംസാരിക്കാം ഇവിടെ. ഞാൻ എത്ര മര്യാദ നുണയം പറഞ്ഞ് വെളുപ്പിക്കാൻ വരരുത്. ബൈബിളിൽ എവിടെയാണ് കൈകടത്തിയത്? നിങ്ങളുടെ ആ ഞാൻ ഒരു ഡൗട്ട് ഭാഗത്തേക്ക് നമ്മൾ ചോദിച്ചോട്ടെ? പോകണ്ട. ഞാനൊരു ഇല്ലല്ല, ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചതിന് ബൈബിളിന്റെ ഉത്തരം പറ. ഞാൻ ലീസിസ്റ്ററെ പറയുന്നത് ഞാൻ ഓൾറെഡി ഇവിടെ ലീസിസ്റ്റർ സ്റ്റേറ്റ് ചെയ്തു. ഇത്രേ ഉള്ളൂ. പുസ്തകത്തിൽ പറയുന്നില്ല. ലീസിസ്റ്റർ അവിടെ ചേർത്തി ഷിനാദ് ഒരു മിനിറ്റ്, ലീസിസ്റ്റർ അതിൽ ചേർത്തി വെച്ചു. അതായത് ബൈബിൾ കൈകടത്തി എന്ന് ഇദ്ദേഹം പറയുന്നു. എപ്പോഴാണ് കൈകടത്തിയത്, ഏത് കാലഘട്ടത്തിലാണ് കൈകടത്തിയത് എന്നുള്ളത് കൃത്യമായിട്ട് ബ്രദറെ പറയാം. ഞാൻ പറയാം ബ്രദറെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു മിനിറ്റ്. ഇല്ലില്ല ഷിനാദ് ചോദ്യം അത് ഞാൻ അത് ഉൽപ്പത്തിയിലെല്ലാം ഷിനാദ് വിഷയം മാറ്റില്ല. ആ ബോബി ബ്രദർ ചോദിച്ച ചോദ്യം രണ്ടാമത് വരും, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇവിടെ ചോദിച്ച ചോദ്യം, ബൈബിൾ ക്രോണോളജിക്കലി രേഖപ്പെടുത്തിയതിന്റെ ധാരാളം തെളിവുകൾ ഉണ്ട്. ഇന്ന് പ്രത്യേകിച്ചും പാസ്റ്റർ പറയുകയും ചെയ്തു, എക്സ്ട്രാ ബിബ്ലിക്കൽ രേഖകളുണ്ട്, കുഴിച്ചെടുത്ത ഖനനം ചെയ്യപ്പെട്ട ധാരാളം പ്രൂഫ്സ് ഉണ്ട്. ഇങ്ങനെ ഇരിക്കെ, അതായത് അബ്രഹാമിന്റെ കാലത്തെ തെളിവുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ, ഹാരാൻ എന്ന് പട്ടണമുണ്ടായിരുന്നു. ഹാരാൻ എന്ന പട്ടണത്തിൽ നിന്ന് അബ്രഹാം പുറപ്പെട്ടു വന്നതിന്റെ ഹാരാൻ എന്ന നഗരമുള്ളതിന്റെ ഒക്കെ ഇന്ന് ലിഖിതങ്ങൾ കുഴിച്ചെടുത്തിട്ടുണ്ട്. അതേ കാലഘട്ടത്തില് ഊർ എന്ന സ്ഥലം, അബ്രഹാമിന്റെ ജനന സ്ഥലമായ ഊർ എന്ന സ്ഥലം കുഴിച്ചെടുത്ത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലുള്ള സകലവിധ ബിംബാരാധനകളും മ്ലേച്ഛതകളും നടന്നിരുന്ന ഒരു സ്ഥലമാണ്. അത് കുഴിച്ചെടുത്ത് അതിന് തെളിവുണ്ട്. ഇസ്രയേലിൽ നിന്ന് എവിടെ കുഴിച്ചാലും ബൈബിളിനെ സാധൂകരിക്കുന്ന തെളിവുകൾ എത്രയോ ഉണ്ട്. പോണ്ടിയസ് പൈലറ്റ്, യേശുക്രിസ്തുവിനെ വിധിച്ച പൊന്തിയോസ് പീലാത്തോസ്, അയാളുടെ വീടിന്റെ മുമ്പിൽ പേരെഴുതിയിരുന്ന ആ ശിലാഫലകം പോലും ഇന്ന് മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട്, അതായത് ആർക്കിയോളജി വെച്ച് തന്നെ തെളിയിക്കാം യേശു ക്രിസ്തുവിൻ, അതായത് ബൈബിൾ, പഴയ നിയമകാലം, പുതിയ നിയമകാലം, ഇവയിലുള്ള സകല ചരിത്രവും അപ് ടു ഡേറ്റ് ആണ്, ആപ്റ്റ് ആണ്. ഇതിൽ ഒരു കൈകടത്തിലോ കാലുകടത്തിലോ നടന്നിട്ടില്ല. പിന്നെ ബൈബിൾ ഞാൻ പറഞ്ഞു ആദ്യം മുതലുള്ള ക്രോണോളജിക്കൽ ഓർഡർ ആണ്. ആദ്യത്തെ 5 പുസ്തകങ്ങളും അതിനുശേഷമുള്ള പ്രവാചകന്മാരുടെ മേജർ ഓൾഡർ പ്രോഫറ്റ്സിന്റേതും എല്ലാം ചരിത്രപരമായ രേഖകൾ തന്നെയാണ്. പക്ഷെ ഈ ചരിത്രപരമായ രേഖ ദൈവത്തിന്റെ കണ്ണിലൂടെ മനുഷ്യരാശിയുടെ കഥ, ദൈവത്തിന്റെ ഇടപെടൽ, ഇതാണ് അതിന്റെ മെയിൻ. ഇത് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്നും പറഞ്ഞല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ത്രൂ ദ ഐസ് ഓഫ് ഗോഡ് ഇറ്റ് വാസ് ഗിവൺ ടു ദ ഇസ്രയേലൈറ്റ്സ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇത്രയും പ്രൂഫ് ഉണ്ടായിരിക്കും. ഈ കൈകടത്തിന്ന് ഉള്ള ഈ വാദം നിങ്ങൾ കൊണ്ടുവരുന്നത് വളരെ മോശമായി പോയി. ഞാൻ ചോദിച്ച ചോദ്യം നിലനിൽക്കുന്നു. എങ്ങനെയാണ് BC 1500 ജീവിച്ച ഫറവോന് വേണ്ടി ആകാശം മൊത്തയുള്ള ബാബൽ ഗോപുരമാണ് ആകാശം മൊത്തയുള്ള ഗോപുരം എന്ന് ബൈബിളിലും ഉണ്ട്. ആകാശം മൊത്ത ഗോപുരം ഉണ്ടാക്കാൻ ഫറവോൻ പിന്നീട് 1000 വർഷത്തിന് ശേഷം ജീവിച്ച ഹാമാനോട് പറയുന്നത്, ഇത് എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കും? പറയൂ, എന്ന് ഉത്തരം പറയൂ. ഷിനാദെ ഞാൻ പറഞ്ഞോളൂ. എനിക്ക് അതിനൊരു റിക്വസ്റ്റ് ഉള്ളത്, ഷിനാദ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഊഹാപോഹങ്ങൾ കൊണ്ട് മറുപടി പറയാതെ പറയട്ടെ. ആ 300-ാം നൂറ്റാണ്ടിൽ, അതായത് ഹിജറ 300-ാം വർഷങ്ങളില്, അതായത് ഹിജറ 3-ാം നൂറ്റാണ്ടുകളില് എഴുതി വെച്ചിരിക്കുന്ന, ഈ റെഫ്യൂട്ട് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഗ്രന്ഥങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ഉസ്താദ്മാരുടെ ഗ്രന്ഥങ്ങളുണ്ടല്ലോ, ഇബിൻ ഇഷാഖ്, ഇബിൻ കതീർ, അങ്ങനെയുള്ള അവരുടെ ആ ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് തെളിയിച്ചേ, കാണട്ടെ. അങ്ങനെയാണല്ലോ താങ്കൾ ആദ്യം അവകാശപ്പെട്ടത്, ഇതൊക്കെ റെഫ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ. പറയാം. ഓക്കെ, അതിൽ സിസ്റ്റർ ചോദിച്ചതിന് തുടങ്ങാണ്. സിസ്റ്റർ ചോദിച്ചു നിങ്ങൾ ഇത് എങ്ങനെ റെഫ്യൂട്ട് ചെയ്യുന്നു? നമ്മൾ റെഫ്യൂട്ട് ചെയ്യുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്, അത് ഖുർആൻ പറഞ്ഞു എന്നതാണ്. പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു സാധനം ബൈബിളാണ്. ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ ആധികാരികമാണ് എന്ന് മുസ്ലിങ്ങൾ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. കാരണം അതിൽ കൈകടത്തലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങൾ പറഞ്ഞ ഈ 5 പുസ്തകങ്ങൾ ആരാണ് എഴുതിയത്? മോശ പ്രവാചകനാണ് എഴുതിയത് എന്നാണ് പറയുന്നത്. തെറ്റാണെങ്കിൽ തിരുത്താം. പക്ഷെ ആ മോശ പ്രവാചകൻ തന്നെ മരിച്ച കാര്യത്തെ കുറിച്ചിട്ട്, മോശ പ്രവാചകൻ മരിച്ചു എന്ന് പിന്നെ ആ പഞ്ചപുസ്തകത്തിൽ എവിടെയോ പറയുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കും? അതാരാണ് എഴുതിയത്? അതെനിക്കൊരു സംശയമാണ്. നിങ്ങൾ അതെന്നാലും അതിന്റെ ഉത്തരം പറഞ്ഞുതരൂ. അതെങ്ങനെയാണ്? മരിച്ച ഒരാൾ എങ്ങനെ എഴുതും? എഴുതാം, ഞാൻ പറയാം. വർഗീസ് സാറേ, അതെന്റെ കാലങ്ങളായി വംശനാശം വന്നു പോകുന്ന വർഗമല്ലേ, അതുകൊണ്ട് നമുക്ക് മോശ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇച്ചിരി നേരം എഴുതി, എന്നിട്ട് പിന്നെ തിരിച്ചു കുഴി കിടന്നു. അതാണ് അതിന്റെ സംഭവം. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതാ സംഭവിച്ചത്. ഇനിയിപ്പോ എന്താ പ്രശ്നം? എന്താ
ഓക്കെ, ഷിനാദിന് വേണ്ടി നല്ലൊരു അങ്ങനെ ഉത്തരമാണ് മറുപടി പറഞ്ഞോളൂ, സാറ് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞത്. നമ്മളിത് ഓക്കെ, കളിയാക്കിയാലൊന്നും എനിക്കറിയില്ല. ആവർത്തന പുസ്തകത്തിന് ശേഷം വരുന്ന പുസ്തകമാണ് യോശുവ. ഓക്കെ, യോശുവ ആരായിരുന്നു എന്ന് താങ്കൾക്കറിയാമോ? യോശുവ തന്റെ ജീവിതകാലം മുഴുവനും മോശയുടെ അസിസ്റ്റന്റ് ആയിട്ട്, സഹായിയായിട്ട്, എല്ലാ കാര്യത്തിനും കൂടെ നിന്ന ആളാണ് യോശുവ. യോശുവ ആണ് മോശയുടെ പിന്തുടർച്ചയായിട്ട് ഇസ്രായേലിനെ നയിച്ച് താങ്കൾക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് യോശുവ ആണ്. അപ്പോ തീർച്ചയായും മോശ മരിച്ച കാര്യവും അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആവർത്തനത്തിന് ശേഷം വരുന്നത് യോശുവയുടെ പുസ്തകം യോശുവ തന്നെ എഴുതിയതാണ്. തന്റെ ജീവിതകാലത്തെ സംഭവങ്ങളെല്ലാം താൻ എഴുതിയിട്ടുണ്ട്. മോശയുടെ മരണത്തെപ്പറ്റി യോശുവ എഴുതിയ ഭാഗം അത് യോശുവയുടെ പുസ്തകത്തിൽ എഴുതാതെ അത് ആവർത്തന പുസ്തകത്തിന്റെ അവസാന ഭാഗത്തായിട്ട് അത് ചേർക്കും. ആ ഒരു ഭാഗം മാത്രം അവസാന 1, 2, 3 ഖണ്ഡിക എവിടെയാണ് മോശ മരിച്ചത്, മോശ മരിച്ചതിന് ശേഷം അതാരും, അതായത് അവിടെ ആരും അടക്കം ചെയ്യാൻ പോയിട്ടില്ല, ആരും അടക്കാതെ അത് ദൈവദൂതന്മാർ തന്നെ അടക്കി, അല്ലെങ്കിൽ ദൈവം തന്നെ അടക്കി എന്നുള്ള രീതിയിൽ ഈ മോശയുടെ മരണത്തെ പറ്റിയും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളെ പറ്റിയും ഒക്കെ യോശുവ ആണ് എഴുതിയത്. അത് യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. അല്ല, നിങ്ങൾക്ക് അത് അതിശയകരമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വർഗീസ് സാറ് പറഞ്ഞതുപോലെ മോശ അതെല്ലാം കുഴിയിൽ നിന്ന് വന്ന് എഴുതി വെച്ചിട്ടു എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോളൂ. അതിന് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിൽ വിശ്വസിച്ചോളൂ. അത് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, മനസ്സിലായി സിസ്റ്റർ. കാരണം എനിക്ക് ആദ്യമായിട്ടാണ് അതിനെക്കുറിച്ചുള്ള ഒരു മറുപടി കേൾക്കാൻ സാധിച്ചത്. ആ മറുപടി എന്നെ അക്ഷരാർത്ഥത്തിൽ എന്നെ നെട്ടിച്ചു കളഞ്ഞു. കാരണം അത് മുഴുവൻ മോശ എഴുതിയത്, മോശ മരിച്ചത് മാത്രമേ യോശുവ എഴുതിയത്. അങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പറയാം, ആശ്വസിക്കാം. എന്റെ ഒറിജിനൽ ചോദ്യത്തിലേക്ക് വരൂ. ബൈബിള് ശരിയല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് ഫറവോൻ ആകാശം മുട്ടയുള്ള ഗോപുരം നിർമ്മിക്കാൻ ഹാമാനോട് ആവശ്യപ്പെട്ടത്? ആകാശം മുട്ടയുള്ള ഗോപുരം ഏതായിരുന്നു? അത് ബാബേൽ ഗോപുരം. ബാബേൽ ഗോപുരം എങ്ങനെയാണ് നിർമ്മിക്കാനായിട്ട് 1000 വർഷം ശേഷം ജീവിച്ച ഹാമാനെ വിളിച്ച് ഇയാള് ഫറവോൻ പറഞ്ഞിരുന്നുള്ളതിന് ഉത്തരം ആദ്യം ഇങ്ങോട്ട് വരട്ടെ. പറയാം. കാരണം ഈ ബൈബിള് പറഞ്ഞത് തെറ്റാവുമ്പോ പിന്നെ എങ്ങനെയാ ഖുറാനെ നിങ്ങൾ ചോദ്യം ചെയ്യാം? അടുത്തെങ്ങാനും നിൽക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്ത് തലയിൽ ഒഴിച്ചേനെ. ഇതാ 3-ാം നൂറ്റാണ്ടില്, ഹിജറ 3-ാം നൂറ്റാണ്ടില് തെളിയിച്ച പുസ്തകത്തിൽ നിന്നൊന്ന് കാണിച്ചു തന്നെ. ബൈബിള് തെറ്റാണെന്ന് നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നൊന്ന് കാണിച്ചു തന്നെ. ഷിനാദെ, നിങ്ങൾ ബൈബിളിൽ നിന്നൊന്നും തെളിയിക്കണ്ട. നിങ്ങൾ ബൈബിളിൽ നിന്ന് തെളിയിക്കണ്ട. ഒറ്റ സെക്കൻഡ്. ഷിനാദെ, നിങ്ങൾ ഖുറാനിൽ നിന്ന് തെളിയിക്കണം. ബൈബിള് തെറ്റാണെന്ന് ഖുറാനിൽ നിന്ന് തെളിയിക്കാം. രണ്ടാമത്തെ സൂറയിൽ കാണുന്നത് നമ്മൾ എന്താ കാണുന്നത്? അവരുടെ കൈ കൊണ്ട് എഴുതിയെന്നാണ്. കൈ കൊണ്ട് എഴുതി. ഇപ്പം തന്നെ പറഞ്ഞല്ലോ, യോശുവ എഴുതിയിട്ട് അവിടെ ചേർത്തു എന്ന് നിങ്ങൾ പറയണേ. അതന്നെയാണ് പറഞ്ഞത്. ആരോ എഴുതി പിടിപ്പിച്ചു, എന്നിട്ട് യോശുവേന്റെ മേലിൽ ഇപ്പൊ അത് ചാർത്തേണ്ടി വന്നു. അതാണ് ഖുറാൻ പറഞ്ഞത്. നമ്പറിങ് പോരട്ടെ, അല്ലാണ്ട് ഇവര് കൈകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കില്ല. അവിടെ പച്ചയായിട്ട് വിവർത്തനം ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ. നമുക്ക് വായിക്കാം. ഖുറാനെ പറ്റി തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. ഖുറാനെ പറ്റി തന്നെ എഴുതിയിരിക്കുകയാണ്. അത് സ്വയം ശപിക്കുന്ന വചനാണ്. ഖുറാനെ കുറിച്ച് എഴുതിയിരിക്കുന്ന മുഹമ്മദിന്റെ ആകെ ഉള്ളൊരു പ്രവചനമാണ്. പിന്നെ പ്രവാചകനെ വിളിച്ച നിങ്ങളുടെ മുഹമ്മദ് ഒന്നും പ്രവചിച്ചിട്ടില്ലല്ലോ. അപ്പൊ സ്വന്തം പുസ്തകത്തെക്കുറിച്ചും പ്രവാചകനായ മുഹമ്മദിനെ കുറിച്ചും സ്വന്തമായിട്ട് പ്രവചിച്ച പ്രവചനമാണ് പശുവിനകത്തെ 78, 79 വാക്യങ്ങളെ. അതാ സാർമാരൊന്ന് വായിച്ച സാർമാര് എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. മുഹമ്മദിനെ കുറിച്ച് തന്നെയാണെന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. ഒന്ന് വായിച്ചേ. പശുവിനകത്ത് പറഞ്ഞു, പശുവാണ് പ്രവചിച്ചിരിക്കുന്നത്. പറഞ്ഞു. വായിച്ചോളൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചോളൂ. ഞാൻ വായിക്കാം. ഞാൻ വായിക്കാം. എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടല്ലോ ഇതെല്ലാം. 78 അക്ഷരജ്ഞാനമില്ലാത്ത ചില ആളുകളും
അവരിൽ ഉണ്ട്. ഓക്കെ, ചില വ്യാമോഹങ്ങൾ ബിജു 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 89 ബിജു ബ്രദറെ. ബ്രദറെ നില്ലേ മൊത്തം വായിക്കുക. ഇയാൾ എന്തിനാ ഒന്ന് മാത്രം എടുക്കുന്നത്? അവിടെ നിൽക്കുക ഇയാള്. അക്ഷരജ്ഞാനമില്ലാത്തവരെ എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിയാത്തവർ. അതാരാണ്? ആകെ ലോകത്തിൽ ഈ പുസ്തകങ്ങൾ എഴുതിയതിൽ അക്ഷരജ്ഞാനമില്ല ഉമ്മി എന്ന് പറയുന്ന ആകെ ഒരാൾ മുഹമ്മദാണ്. മോശയ്ക്ക് എഴുതാൻ അറിയായിരുന്നു, യോശുവയ്ക്ക് എഴുതാൻ അറിയായിരുന്നു, ശമൂവേലിന് എഴുതാൻ അറിയായിരുന്നു, ദാവീദ് എഴുത്തുകാരനായിരുന്നു, ശലോമോന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, യെശയ്യാവിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, പൗലോസിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, പത്രോസിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അക്ഷരജ്ഞാനം ഇല്ലാത്ത ആരാള്? ആകെ ഒരാൾ പ്രവാചകൻ എന്ന് അവതരിപ്പിച്ച മുഹമ്മദാണ്. അപ്പൊ അക്ഷരജ്ഞാനം ഇല്ലാത്തവൻ. ബാക്കി വായിച്ചു. ചില വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുന്നതല്ലാതെ വേദഗ്രന്ഥത്തെ പറ്റി അവർക്ക് ഒന്നും അറിയില്ല. കറക്റ്റ്. അവർ മുഹമ്മദിന് ഏത് വേദഗ്രന്ഥത്തെ കുറിച്ച് അറിയാവുന്നേ? ഇപ്പൊ പറഞ്ഞതുപോലെ അന്ന് അല്ല ഇനി ശരി. എത്താത്ത കുറെ അല്ല അതല്ല ശരി. അപ്പൊ നിങ്ങൾ എന്തിനാ കോപ്പി അടിച്ചെന്ന് പറയണേ? ഒരു വേദഗ്രന്ഥം മുഹമ്മദിനെ അറിയില്ല. മിണ്ടായിരിക്കെ ഞങ്ങൾ പറയാം. അതാണ് എന്നിട്ട് ശരി. അക്ഷരജ്ഞാനം ഇല്ലാത്ത ഈ പുള്ളി പിന്നെ വേദത്തെ കുറിച്ച്, ഇപ്പൊ വേദം അവിടെ യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെ ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷെ ഊഹങ്ങളായി. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇപ്പൊ ലീസിസ്റ്റ് പറഞ്ഞതുപോലെ അവിടെ കിടന്ന് ഇവിടെ കിടന്ന് എല്ലാം എടുത്തുകൊണ്ട് 1000 വർഷം മുമ്പ് ഫറവോന്, അതിന് ശേഷം 1000 വർഷങ്ങൾക്ക് ശേഷം വന്ന ഹാമാനെയൊക്കെ എടുത്തുകൊണ്ട് അതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ കെട്ടിക്കൊണ്ട് പുള്ളിക്കാരൻ കഥ ഉണ്ടാക്കി. ഊഹാപോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിവരവും വേദത്തെക്കുറിച്ചില്ല, വിവരക്കേടുകളും മാത്രമാണ് വേദത്തെക്കുറിച്ച് പറഞ്ഞത്. കറക്റ്റ്. മുഹമ്മദിനെ കുറിച്ചാണ്. ഇനി വായിച്ചോളൂ, വായിച്ചോ. അവർ ഊഹത്തെ അവലംബമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. കറക്റ്റ് മുഹമ്മദാണ്. ഊഹം അല്ലാതെ മുഹമ്മദിന് ഒരു ചരിത്ര യാഥാർത്ഥ്യമോ ബോധമോ വിവരമോ ഇല്ല. അടുത്തത് 79. എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയും എന്നിട്ട് അത് അല്ലാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്കാകുന്നു നാശം. ഇതാരാണ് എഴുതിയത്? സ്വന്തം കൈ കൊണ്ട്. മുഹമ്മദാണ്. മുഹമ്മദിന്റെ സഹാബികളാണ്. മുഹമ്മദിന്റെ സഹാബികൾക്കാണ് വേദം ഇങ്ങോട്ട് ഇറക്കി കിട്ടി എന്ന് പറയുന്നത്. അപ്പൊ മുഹമ്മദിന്റെ സഹാബികളെ കൊണ്ട് മുഹമ്മദ് എഴുതിപ്പിച്ച സ്വന്തം കൈ കൊണ്ട് എഴുതിയ, എന്നിട്ട് അത് അള്ളാഹു. ബൈബിളിനകത്ത് ഒരാൾ പോലും അള്ളാഹു എന്ന് വന്ന് പറയുന്നില്ല. സ്വന്തം കൈ കൊണ്ട് എഴുതാൻ അറിയില്ലല്ലോ. മോശയുടെ പുസ്തകം പറഞ്ഞു തീരട്ടെ ഷിനാദ് ബ്രദറെ, ഇടയ്ക്ക് കയറല്ലേ. ഷിനാദ് ബ്രദറെ പറഞ്ഞു തീരട്ടെ, അത് വായിച്ച് തീർക്കട്ടെ. ബുദ്ധിമുട്ട് എന്താ? ഖുറാനല്ലേ വായിക്കുന്നത്, ഇടയ്ക്ക് കയറാതിരിക്കൂ. നിങ്ങൾക്കറിയാലോ ഇപ്പൊ എന്താ ഈ പുള്ളി പറഞ്ഞെന്തോ? ഏത് കാര്യം പറഞ്ഞ? അത് ഇവിടെ വർഗീസ് അച്ഛാ, ഇവിടേക്ക് വാ. ആയത്തിലേക്ക് വാ. അതിനകത്ത് പറയാം സ്വന്തം. പിന്നെ ഈ ബിജു പറഞ്ഞ വാക്യം ഒന്നുകൂടെ വായിച്ചേ. സ്വന്തം കൈ കൊണ്ട് എഴുതി ഉണ്ടാക്കിയെന്ന്. ആര്? മുഹമ്മദ് നബിയോ? ഷിനാദ് ഭായ് ഇടയ്ക്ക് കയറല്ലേ എന്റെ പൊന്നു സഹോദര, ഇടയ്ക്ക് കയറല്ലേ. ആയത്ത് തീർക്കട്ടെ. മുഹമ്മദ് ഈ സഹാബികളെ കൊണ്ട് എഴുതിപ്പിച്ചു. ആദ്യത്തെ വാക്യം പറയുന്ന അക്ഷരജ്ഞാനം ഇല്ലാത്തവൻ വേദം എഴുതാൻ പോയി. അപ്പൊ അക്ഷരജ്ഞാനം ഇല്ലാത്ത മുഹമ്മദ് സ്വന്തം കൈ കൊണ്ട് ശിഷ്യന്മാരെ കൊണ്ട് എഴുതിപ്പിച്ചു. ആരെ കൊണ്ട് എഴുതിപ്പിച്ചു? വേദങ്ങൾ എഴുതി ഉണ്ടാക്കാൻ പോയി. എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്. ഇനി ഇയാൾ അറിയേണ്ട ഒരു കാര്യം, മോശയാണെങ്കിലും മോശ തുടങ്ങി പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ഒരു എഴുത്തുകാരും അള്ളാഹുവിന് വേദം ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. ലോകത്തിൽ ആകെ വേദം അള്ളാഹു ഇറക്കി തന്നു പറഞ്ഞ ആകെ പ്രവാചകൻ മുഹമ്മദാണ്. അപ്പം എന്നിട്ട് പറയാണ് ഇത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. തീർന്നില്ല, വായിച്ചോ. ഇനി ബിജു പറഞ്ഞ അതിന്റെ ഏറ്റവും കാതലായ വിഷയം, അത് മുഖേന വില കുറഞ്ഞ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ വേണ്ടിയാകുന്നു. അവരുടെ ഏറ്റവും വില കുറഞ്ഞ ചീപ്പായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ആയത്തിറക്കിയ മഹാൻ ആരാണ്? മുഹമ്മദാണ്. തെളിവ്. ഇനി മുഹമ്മദ് അങ്ങനെ ചീപ്പായ കാര്യങ്ങളുണ്ടോ? പറയുന്നതിന് എന്തെങ്കിലും പിൻബലം ഉണ്ടോ? ആ നേട്ടങ്ങളൂടെ പറഞ്ഞേക്കാം. ആ നേട്ടങ്ങൾ ഷിനാദ് ബ്രദറെ, ആ നേട്ടങ്ങളൂടെ ഒന്ന് കേട്ടിട്ട് പോകും. ഷിനാദ് ബ്രദറെ, ആ നേട്ടങ്ങളൂടെ കേട്ടിട്ട് പോകും. ഷിനാദ് ബ്രദറെ പുള്ളി പറയും, അത് പറയും. ഷിനാദ് ബ്രദറെ അദ്ദേഹം പറയുന്നേ. എവിഡൻസാ വായിക്കുന്നത്? ഖുറാനാണ് വായിക്കുന്നത്. എവിഡൻസ് ആണ് ബ്രദറെ. ഏത് എവിഡൻസാ വേണ്ടി? എനിക്ക് വർഗീസ് അച്ഛാ നിക്ക്. പുള്ളിക്ക് എന്തുവാ എവിഡൻസ് വേണ്ടി? നിക്ക് വർഗീസ് അച്ഛാ, ഒരു മിനിറ്റ്. പുള്ളിക്ക് എന്തുവാ എവിഡൻസ് വേണ്ടി? പറ. ഏത് എവിഡൻസാ വേണ്ടി? അത് പ്രവാചകനെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ള ഒരൊറ്റ ഹദീസ് നിങ്ങൾ ഉദ്ധരിക്കാൻ. ഈ ഖുറാന്റെ ആയത്തിന്റെ തഫ്സീർ ഇങ്ങോട്ട് എടുത്തേ. ഈ ഖുറാന്റെ ആയത്തിന്റെ തഫ്സീർ ഇങ്ങോട്ട് എടുത്തേ. ഏത് തഫ്സീർ എടുക്കണ്ടേ? ഏതെങ്കിലും എടുത്തോ. വർഗീസ് അച്ഛൻ വായിച്ചു തീർത്തിട്ട് ഷിനാദിന് അവസരം തരാം. ഷിനാദിന് അവസരം തരാമല്ലോ. ഷിനാദ് ഭായ് അവസരം തരാം. ഒരു മിനിറ്റ് നിൽക്കാം അവിടെ. നിങ്ങൾ എവിഡൻസ് എവിഡൻസ് ഇല്ലാതെ വെറുതെ ഷിനാദ് ബ്രദറെ, നമുക്ക് പല വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഷിനാദ് ഭായ് ഒരു മിനിറ്റ് നിൽക്കൂ. ബുദ്ധിമുട്ടാതെ ഇത് വായിച്ചു തീർക്കട്ടെ. വർഗീസ് അച്ഛൻ അത് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അത് എളുപ്പം വർഗീസ് അച്ഛൻ അതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഷിനാദ് ഭായ് ഒരു മിനിറ്റ് നിൽക്കൂ സഹോദര പ്ലീസ്. മുഹമ്മദിന്റെ ഈ ചീപ്പ് നേട്ടങ്ങൾ അങ്ങനെയാണല്ലോ, വെറും മോശമായ നേട്ടങ്ങൾക്ക് വേണ്ടി
ആയത്തിറക്കിയിട്ട് അത് അള്ളാഹുവിന്റെ പേരിലാണെന്ന് പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ, അത് മുഹമ്മദ് ആണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് ചീപ്പ് നേട്ടങ്ങൾ? ഒന്ന്, പുള്ളിക്ക് ദത്തുപുത്രന്റെ ഭാര്യ അടിച്ചു മാറ്റണം എന്ന് പറഞ്ഞ സെയ്ദിന്റെ നിങ്ങൾ ഭാര്യ സൈനബയെ എന്തൊക്കെയോ പുള്ളി വർത്താനം പറയുന്നതിന് ഇപ്പൊ പകരം കാർഡോട് ആ എടുത്തിട്ട് ഞാൻ ആയത്തിന് തെളിവ് ഗാർഡ് കൊണ്ടുവരണം. എടുത്തിരുന്നോ? ബ്രദറെ, ഇയാളൊന്ന് വായടച്ചു ഇയാൾ വെച്ചേ. അല്ലല്ല ഷിനാദ് ഭായ് വർഗീസ് അച്ഛാ പുള്ളിക്ക് നമുക്ക് ഈ ഖുറാന്റെ ആയത്തിൽ തന്നെ നിൽക്കാം. പുള്ളി അത് അവിടോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളി ചീപ്പ് നേട്ടങ്ങൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അത് ഞാൻ ഷിനാദ് രണ്ടെണ്ണം ഉദാഹരണം പറയട്ടെ നാസറിന്, നസ്രീൻ രണ്ടെണ്ണം ബ്രദർ, ഉദാഹരണം. പുള്ളി അതൊക്കെ പുള്ളിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആയത്തിറക്കി എന്ന് പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്നത് മരുമോളെ അടിച്ചു വിട്ടാൻ വേണ്ടി ആയത്തിറക്കി. പൊന്നു 33. ബ്രദറെ, ഇതിങ്ങനെ പിന്നെ മാര്യത്തിനെ അടിച്ചു, മാര്യത്തിന്റെ അടുക്കൽ പോയി ആദ്യം പറഞ്ഞു ശാരീരികമായ പറഞ്ഞു ബന്ധത്തിൽ ബ്രദറെ. ഏർപ്പെട്ട് ഷിനാദ് അതിന്റെ ഭായ് പെണ്ണുങ്ങളെ ഭംഗി കിട്ടപ്പോൾ പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാകും വർഗീസ് അച്ഛാ, പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് അങ്ങോട്ട് പോകണ്ട, അത് വീട്ടേര്. പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഷിനാദെ വർഗീസ് അച്ഛാ, നമുക്കൊരു കോൺവെർസേഷനിലേക്ക് പോവാം. അല്ലെങ്കിൽ പുള്ളി ഇവിടെ ഒന്നും നിൽക്കത്തില്ല. അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് അടുക്കള കാര്യങ്ങൾ, പെണ്ണ് വിഷയങ്ങൾ, സ്വന്തം നേട്ടങ്ങൾ, വീട്ടിൽ നിന്ന് ആൾക്കാരെ ഓടിക്കാൻ, ഇങ്ങനെയുള്ള ചീപ്പായ നേട്ടങ്ങൾക്ക് വേണ്ടി ആയത്തിറക്കി ആകെയുള്ള ഒരു പ്രവാചകൻ ലോകത്ത് മുഹമ്മദാണ്. അല്ല, എവിഡൻസ് വേണോ ഷിനാദിന്? എവിഡൻസ് വേണോ? ഇനി എവിഡൻസ് വേണോ? മുഹമ്മദ് നബിനെ കുറിച്ചാണെന്നുള്ള എവിഡൻസ് ആണ് എനിക്ക് വേണ്ടത്. ഷിനാദിന് എവിഡൻസ് വേണോ? അല്ല, മുഹമ്മദിന് വഹി കിട്ടാത്തപ്പോൾ, ഖുറാനിൽ നിന്ന് മുഹമ്മദിന് അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടാത്തപ്പോൾ മുഹമ്മദ് വേദക്കാരുടെ കയ്യിൽ നിന്ന് കോപ്പി അടിക്കുമായിരുന്നു എന്നതിന്റെ എവിഡൻസ് വേണോ? ഞാൻ ചോദിക്കുന്നതിന് എവിഡൻസ് നിങ്ങൾ പറഞ്ഞതിലല്ലേ എനിക്ക് എവിഡൻസ് ആയത്ത് പറഞ്ഞല്ലോ മുഹമ്മദ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി. 79 തഫ്സീറിൽ ഏതെങ്കിലും ഒരാൾ വായിച്ചോ 79 ഇപ്പം പറഞ്ഞതിന്റെ വായിച്ചോ, തഫ്സീർ വായിച്ചു. ഞാൻ അമാനി എടുക്കാം. നിങ്ങൾ ഇങ്ങനെ ഖുർആൻ ഒറ്റടിക്ക് വ്യാഖ്യാനിക്കുന്നതിലുള്ള ഞങ്ങൾ പലതും എടുക്കും. തഫ്സീറൊക്കെ ഞങ്ങളും എടുത്തോണ്ട് വരും. ആയത്തൊന്ന് പറഞ്ഞേ വർഗീസ്, ആയത്തൊന്ന് പറഞ്ഞ് 79 പശു 79 അല്ല, 2 പശുവിന്റെ 78 79 അല്ലേ? 78 ആർക്ക് വേണ്ടിയാ? 78 79 ഇയാടെ മുഹമ്മദിനെ കുറിച്ച് തന്നെ ഉള്ളതാണ്. ഓക്കെ ഞാൻ വായിച്ചുതരാം. 78 ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതില് വേദക്കാർ ഖുറാൻ വായിക്ക് 78 അവരിൽ ചില അറബി ഒന്നും വായിക്കണ്ട, മലയാളം മാത്രം വായിക്കുക. ചില അക്ഷരജ്ഞാനമില്ലാത്തവരുണ്ട്. ചില വ്യാമോഹങ്ങളല്ലാതെ വേദഗ്രന്ഥത്തെ കുറിച്ച് അവർക്കറിയുക. ആരാണ് ഈ അക്ഷരജ്ഞാനമില്ലാത്തവര്? പറയാം നിങ്ങളാ ഇതെടുക്കൂ. ആരാണ് ഈ അക്ഷരജ്ഞാനമില്ലാത്തവർ? വേദക്കാരൻ 2 തരക്ക അമാനി തഫ്സീറത്ത് വായിച്ചു. സഹോദര, അത് ഖുറാന്റെ ക്ലെയിം അല്ലേ ഇത്? ഞങ്ങൾ എന്തിനാ തല വെച്ചുകൊണ്ട് നടക്കുന്നത്? അക്ഷരജ്ഞാനമില്ലാത്തവരെ ആരാണ്? ഇവിടെ ഞങ്ങൾ പറഞ്ഞല്ലോ, അവിടെ യഹൂദന്മാരായിട്ടുള്ളവരിൽ യശയ്യാവിന്റെ പ്രവചനം, യശയ്യാവ് നല്ല പഠിത്തമുള്ളവനായിരുന്നു, മോശ നല്ല പഠിത്തമുള്ളവനായിരുന്നു, അതുപോലെ ജോഷുവ നല്ല പഠിത്തമുള്ളവനായിരുന്നു. അക്ഷരജ്ഞാനമില്ലാത്ത ഉമ്മി എന്ന് പറയുന്നത് മുഹമ്മദ് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്റെ പൊന്നു സഹോദര പറഞ്ഞുതരാം. ഉണ്ടോ? മുഹമ്മദ് ഉമ്മിയായിരുന്നോ? മുഹമ്മദിന് എഴുതാനും വായിക്കാനും അറിയാമായിരുന്നോ? ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നതിൽ മുഹമ്മദ് ഉമ്മിയായിരുന്നോ? മുഹമ്മദിന് എഴുതാനും വായിക്കാനും അറിയാമായിരുന്നോ? ഈ ഒരു ഖുറാന്റെ ആയത്ത് മുഹമ്മദിലല്ലാതെ വേറെ ആരിലെങ്കിലും വരും എന്ന് താങ്കൾക്ക് തെളിയിക്കാൻ പറ്റുമോ? പറ്റൂ. നിങ്ങൾ അമാനി തഫ്സീർ ആരില്ല, പറ. തഫ്സീർ അല്ല, ഈ ഖുറാന്റെ ആയത്ത് യഹൂദന്മാരിൽ ആരുടെയെങ്കിലും തലയിൽ കെട്ടാൻ ഹിസ്റ്റോറിക്കലായി താങ്കൾക്ക് കഴിയുമോ? അത് പറ. ഞാൻ ഒരു കാര്യം പറയട്ടെ ഷിനാദ് ഭായ്, ഈ ഖുറാന്റെ ആയത്ത് യഹൂദന്മാരുടെ തലയിൽ കെട്ടാൻ അക്ഷരജ്ഞാനമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ഏതെങ്കിലും യഹൂദന്റെ തലയിൽ കെട്ടുവാൻ ഹിസ്റ്റോറിക്കലായി കഴിയുമോ? അത് പറ. പറ്റൂ. ആരാ? പറ, പേര്. അവരിൽ എഴുത്തറിയാത്തവർ. പേര്. ഐ എം ആസ്കിംഗ് യു ഫോർ എ നെയിം. I have given you a name. ഞാൻ പറഞ്ഞു മുഹമ്മദിന് എഴുത്തിനും വായനയും അറിയത്തില്ല. യഹൂദന്മാരുടെ ഇടയിൽ അക്ഷരജ്ഞാനമില്ലാത്ത, പഠിത്തവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, മുഹമ്മദിനെ പോലെ കോപ്പി അടിക്കുന്ന വേറെ ആരെയെങ്കിലും അവരുടെ തലയിലോട്ട് വെക്കാൻ താങ്കൾക്ക് കഴിയുമോ? പേര് പറ. ഞാൻ പറഞ്ഞുതരാം. എന്ന് പറയുമ്പോൾ യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത്. എന്റെ സഹോദരൻ, ഞാൻ അറബി അല്ല ചോദിച്ചത്, പേര് പറയൂ പ്ലീസ്. നെയിം, ഗിവ് മീ എ നെയിം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, അവിടെ പേരല്ല പറഞ്ഞത്, അവിടെ യഹൂദന്മാർ. അപ്പൊ ഇത് യഹൂദന്മാരെ പറ്റിയല്ല. ആണെന്ന് സിമ്പിൾ, ഇത് യഹൂദന്മാരെ പറ്റിയല്ല. ഓക്കെ, എന്നാൽ മുഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് അവിടെ പറയണ്ടായിരുന്നോ യഹൂദന്മാരുടെ ഇടയിൽ ഈ വ്യക്തികൾ
മുഹമ്മദ് പറയണമായിരുന്നു ഈ വ്യക്തികൾ ശബ്ദം പോയി നാസറിന്റെ ശബ്ദം പോയി. ഷിനാദെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അച്ഛാ, കേൾക്കുന്നുണ്ട്. ഷിനാദെ ഇത് ഇത് യഹൂദന്റെ തലയിലോട്ട് കെട്ടിവെക്കുവല്ലേ? ഞാൻ പേര് ചോദിച്ചു, ഏത് യഹൂദനാണ് അക്ഷരജ്ഞാനം ഇല്ലാത്തത്? അവരുടെ പേര് പറ. യഹൂദന്മാർ ആരാണെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? അവരുടെ ബുദ്ധിക്ക് വല്ല ധാരണയും നിങ്ങൾക്കുണ്ടോ? യഹൂദം അന്ന് ജീവിച്ച മുഴുവൻ യഹൂദന്മാരുടെ പേര് താങ്കൾക്ക് അറിയോ? അയ്യോ, അല്ലല്ല, എന്തോ അന്ന് ജീവിച്ച മുഴുവൻ യഹൂദന്മാരുടെ ഹിസ്റ്ററി താങ്കൾക്ക് അറിയോ? ഷിനാദെ, ഇവിടുത്തെ ചോദ്യം ഖുറാനാണ് ആരോപണം വെക്കുന്നത്. ഖുറാന്റെ ആരോപണമാണ്. പറയുന്ന കേക്കൂ. ഖുറാന്റെ ആരോപണമാണ് അക്ഷരജ്ഞാനം. അതാ ചോദിച്ചത്. ഖുറാന്റെ ആരോപണമാണ് അക്ഷരജ്ഞാനമില്ലാത്ത യഹൂദൻ. അപ്പോൾ അക്ഷരജ്ഞാനമില്ലാത്ത യഹൂദൻ ഏതാണ്? പേര് പറയൂ. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ യഹൂദന്മാരെ കുറിച്ച് താങ്കൾക്ക് ഐഡിയ ഉണ്ടോ? എന്റെ സഹോദര, ഇത് ഖുറാന്റെ ക്ലെയിം ആണ്. ഖുറാനാണ് അത് സ്ഥാപിക്കേണ്ടത്. ഏത് യഹൂദനാണ് അക്ഷരജ്ഞാനമില്ലാത്തത്? സിമ്പിൾ. യഹൂദരിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് തോട്ടത്തിൽ കുറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ മുഹമ്മദ് ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവളോട് ശരീരദാനം ചെയ്യാൻ പറഞ്ഞു. കുറെ സ്ത്രീകളുണ്ട്, പക്ഷേ ആ സ്ത്രീയുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ശരീരദാനം ചെയ്യാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ചോദിച്ച സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ താങ്കളോട് പറയുന്നു, യഹൂദന്മാർ കുറെ പേരുണ്ട്. ഈ യഹൂദന്മാരിൽ അക്ഷരജ്ഞാനമില്ലാത്ത, ഖുറാൻ ആരോപിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത യഹൂദന്റെ പേര് പറ. അതാണ് ബ്രദറെ ഞാൻ പറഞ്ഞത്. പേരില്ല. ഞാൻ പറഞ്ഞുതരാം. പേരില്ല സഹോദര, പേരില്ല. ഇനി നമുക്ക് വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വന്നാലോ? നിങ്ങളെ തെളിവ് ഉദ്ധരിക്കൂ, അത് മുഹമ്മദ് നബി ആണെന്നുള്ള ഒറ്റ ഷിനാദെ, അത് നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വന്നാലോ? അയ്യോ, തഫ്സീർ ഉദ്ധരിച്ചിട്ട് ബാക്കി വിഷയത്തിലേക്ക് ഷിനാദിന് ഇല്ല, തീർന്നു, പരിപാടി കഴിഞ്ഞു. ഉദ്ധരിക്കൂ. നിങ്ങൾ നമുക്ക് ഓരോരുത്തരായിട്ട് ഒരു സെക്കൻഡ് ഞാനിപ്പോ തരാം. ഞാൻ കണ്ടുപോകുന്നത് ഷിനാദിന് തെളിവ് ചോദിക്കാൻ യാതൊരു അർഹതയുമില്ല. ഷിനാദ് പറഞ്ഞു ക്രിസ്ത്യാനികൾ ഉന്നയിക്കുന്ന എല്ലാ ചോദ്യങ്ങളും റെഫ്യൂട്ട് ചെയ്തതാണ് ഹിജറ 3-ാം നൂറ്റാണ്ടില് എന്ന്. അപ്പോൾ ആ 3-ാം നൂറ്റാണ്ടിലുള്ള തെളിവ് വെച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെയും ഷിനാദ് ആ തെളിവ് ഒന്നും വെച്ച് കണ്ടില്ല. ഓക്കെ, അപ്പൊ തെളിവിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ബോബി ബ്രദറെ ഒന്ന് മൈക്കെടുത്തോളൂ. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അക്ഷരാഭ്യാസം ഇല്ലാത്ത യഹൂദൻ എന്ന് പറയുമ്പോൾ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു പ്രവാചകൻ കൊണ്ടുവന്നത് വിശ്വസിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതും സാധൂകരിക്കപ്പെടുക. അക്ഷരാഭ്യാസം ഇല്ലാത്ത ആരെ കുറിച്ചാ പറയുന്നത്? മുഹമ്മദിനെ കുറിച്ചാ പറയുന്നത്. മുഹമ്മദ് പുള്ളി അത് അംഗീകരിക്കത്തില്ല. അത് വിട്. സാം ബ്രദർ എന്തോ പറയുന്നത്? അല്ല, പുള്ളിയുടെ ചോദിച്ചല്ലോ, തഫ്സീർ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അംഗീകരിക്കുമോ എന്നുള്ള കാര്യം പുള്ളി ചോദിച്ചു. ഈ 2:78 ഇബിൻ ഖദീറിന്റെ തഫ്സീർ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ അത് എടുത്താൽ മതിയല്ലോ, എന്റെ സമയം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാ. ആള് പോയി പുള്ളി പോയോ? അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സഹോദരന്മാർ കൂടെ കേൾക്കാൻ ഇത് വായിച്ചു, ഒരു കുഴപ്പമില്ല. ഒരു മിനിറ്റ്. ആദ്യം അയാൾ ഓടി. ഓക്കെ, നമുക്കൊന്ന് സംവദിക്കാം. ഞാനാണ് തിരിച്ചു പുള്ളി പ്രതീക്ഷിച്ചില്ല കേട്ടോ. വർഗീസ് സാറേ, ഈ പുള്ളിക്കാരനോട് കയറി വന്നത് ഇന്ന് നടന്ന സംവാദം ഉണ്ടല്ലോ, ആ സംവാദത്തെ ന്യായീകരിക്കാനായിട്ട് അങ്ങോട്ട് കയറി വന്നതാണ്. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, ഷിനാദിനെ നമുക്ക് നേരത്തെ അറിയുന്നല്ലേ, വലിയ ശബ്ദത്തില് എന്തൊക്കെയോ വലുതായിട്ട് പറയുന്ന ആളാണ്. കഴിഞ്ഞ ഡിസ്കഷന് പോയതാണ്. എന്തോ മുസ്ലിം സ്ത്രീകളെ റെന്റിന് കൊടുക്കാം എന്ന വിഷയത്തിൽ മുങ്ങിയതാണ് പുള്ളി. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടില്ല, ഇപ്പഴാ പൊങ്ങിയത്. പിന്നെ അപ്പൊ ഞാനിവിടെ വെച്ച ചോദ്യം, ഇയാൾ ഇവിടെ വന്ന് പറഞ്ഞു ഖുറാൻ, ഇപ്പൊ ബിജു ബ്രദർ പറഞ്ഞ കാര്യം പറഞ്ഞു. അതായത് ഖുറാൻ ക്രിസ്ത്യാനികൾ ഉയർത്തുന്ന എല്ലാ വിമർശനങ്ങൾക്കും ആദ്യകാലത്ത് തന്നെ ഇവരുടെ പണ്ഡിതന്മാര് അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്, അതൊന്നും നിലനിൽക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ എന്നാ ശരി ഒരു ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞിട്ട്, മോശയുടെ കാലത്തുണ്ടായിരുന്ന ഫറവോൻ രാജാവ് എങ്ങനെയാണ് പിന്നെ 1000 വർഷം പിന്നെ പുറകെ ജീവിച്ച ഹാമാനോട് അതിന് 2000 വർഷം മുമ്പുണ്ടായ ബാബേൽ ഗോപുരം ഉണ്ടാക്കാൻ പറഞ്ഞത്, ആകാശം മുട്ട ഗോപുരം ഉണ്ടാക്കാൻ? ഇതെങ്ങനെ സംഭവിച്ചു? ഇതായിരുന്നു ഒറിജിനൽ ചോദ്യം. അപ്പോഴാണ്
ബൈബിൾ കയക്കെടുത്തി എന്നും പറഞ്ഞ് ഇയാൾ തുടങ്ങിയത്. അപ്പോഴാണ് വർഗീസ് സാർ വന്നിട്ട് പ്രഹരിക്കാൻ തുടങ്ങിയത്. എന്താ പറയാ ഇയാൾ അതിന് എന്നിട്ട് ഉത്തരം കേൾക്കണോ? റോസറ്റ സ്റ്റോണില് ഹാമാന്റെ പേരുണ്ടായിരുന്നെന്ന്. റോസറ്റ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോൺ ഇല്ലേ, നമ്മുടെ ഈജിപ്തിൽ കുഴിച്ചെടുത്ത ഒരു സ്റ്റോൺ ഉണ്ട്. ആർക്കിയോളജിയുടെ വലിയൊരു കണ്ടുപിടുത്താണ്. അതിൽ 3 ഭാഷകളുണ്ട്. ആ ഭാഷയുടെ ഒന്നിന്റെ തർജ്ജമയാണ്. അത് ഏൻഷ്യൻ ഈജിപ്ഷ്യൻ, ലേറ്റസ്റ്റ് ഈജിപ്ഷ്യൻ, പിന്നെ ഗ്രീക്ക്. ഈ 3 ഭാഷകളിലെ ലിഖിതങ്ങൾ ഉള്ളത് കൊണ്ട് അതൊരു വലിയ മൈൽ സ്റ്റോൺ ആയിരുന്നു. ആ മൈൽ സ്റ്റോൺ ഉള്ളത് കൊണ്ടാണ് ഏൻഷ്യൻ ഹീറോഗ്രാഫിക് ഒക്കെ വായിക്കാനായിട്ട് ഇന്നത്തെ ആൾക്കാർക്ക് കഴിഞ്ഞത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പിന്നെ റീസെന്റ് ഈജിപ്ഷ്യൻ ലാംഗ്വേജ് കോപ്റ്റിക്, പിന്നീട് ഇത് ഗ്രീക്ക്. ഇതിൽ നിന്നാണ് ഈ പഴയ ലിഖിതങ്ങളൊക്കെ വായിക്കാനായിട്ട് പുരാവസ്തു ഗവേഷകന്മാർക്കൊക്കെ കഴിഞ്ഞത്. അപ്പോ അയാൾ പറയാ റോസറ്റ സ്റ്റോണിൽ ഹാമാന്റെ പേരുണ്ടായിരുന്നു. അത് ഞാൻ അയാളോട് തെളിയിക്കാൻ പറഞ്ഞു. റോസറ്റ സ്റ്റോൺ എടുത്ത് അതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് എന്റെ കയ്യിൽ, അതിന്റെ ലിഖിതമൊക്കെ ഉണ്ട്. അപ്പൊ അത് എടുത്തപ്പോ പറയാ അല്ലല്ല, അത് ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ നുണയാണ് ഈ റോസറ്റ സ്റ്റോണിനെ പറ്റിയൊക്കെ. ഇങ്ങനെ വല്ലയിടത്തും പോയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങ് വിശ്വസിക്കുന്നു വിചാരിച്ചു. ഹാമാന്റെ പേരുണ്ടത്രേ. ലീസിസ്റ്ററെ ഇന്നത്തെ ഡിബേറ്റിൽ ഇവരുടെ സംവാദകൻ തന്നെ സമ്മതിച്ചൊരു കാര്യമാണ് മുഹമ്മദ് നിരക്ഷരനായിരുന്നു എന്ന്. മുഹമ്മദ് നിരക്ഷരനാണെങ്കിൽ ഇത് എക്സാക്ട്ലി നമ്മൾ ഇദ്ദേഹം വായിച്ച ആയത്ത് മുഹമ്മദിനെ കുറിച്ച് തന്നെയല്ലേ പറയുന്നത്? നിരക്ഷരനായ ഒരു വ്യക്തിയെ കുറിച്ചല്ലേ പറയുന്നത്? യൂതന്മാര് നിരക്ഷരാന്ന് പറഞ്ഞാൽ അതിനോളം മണ്ടത്തരം വേറെ വല്ലതും ഉണ്ടോ? അതെ, അതായത് ഖുർആൻ ബഖറ 2 ഈ 78 പശു 79 പറയുന്നത് സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയും അത് അള്ളാഹുവിൽ നിന്നാണെന്ന് പറയുന്നവർക്ക് നാശം. ഒന്ന് ആലോചിച്ച് നോക്കണേ. സ്വന്തം കൈ കൊണ്ട് ഇയാളത് പറയും കേക്കട്ടെ. കേട്ടോ ഞാനിവിടെ ഞാനൊരു വ്യാഖ്യാനം പറയാം.